കലൂർ സ്റ്റേഡിയം നവീകരണത്തിലെ കരാറിൽ ഒളിച്ചുകളി തുടർന്ന് GCDA എന്നുള്ള വാർത്തയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിലേക്ക് തന്നെ പോവുകയാണ്. സിജോ വർഗീസ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. സിജോ, നേരത്തെ നമ്മൾ ചന്ദ്രൻപിള്ളിയുടെ പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് സിജോയ്ക്ക് തുടരാം. അജി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥലത്തെത്തി സ്ഥലം സന്ദർശിച്ചു. ഗ്രൗണ്ടിലെ നിർമ്മാണ പുരോഗതികളെല്ലാം തന്നെ വിലയിരുത്തി. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു മാസത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാർ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ പത്രക്കുറിപ്പിൽ വ്യക്തമായിട്ട് പറയുന്നത് അസീസ് വേറീസ് വ്യവസ്ഥയിൽ സ്റ്റേഡിയം GCDA നിന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. ഇത്തരത്തിൽ ഒരു കൈമാറ്റ പ്രക്രിയ നടക്കുന്നു. 70 കോടി രൂപ മുതൽ മുടക്കിൽ ഇതിന്റെ സ്പോൺസർ ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പണികളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ടർഫിന്റെ നവീകരണം, സ്റ്റേഡിയത്തിന്റെ നിലവിലുള്ള സീറ്റുകളുടെ നവീകരണം, പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം, പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ പുനരുദ്ധാരണം, ചുറ്റുമതിലുകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി തീർക്കണം. ഫിഫ ലെവലിലുള്ള അംഗീകാരം ഇല്ല, അനുമതിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കളി നടക്കാതെ പോയത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിലവാരത്തിലേക്ക് സ്റ്റേഡിയം എത്തിക്കുക. അതുമായി ശേഷം പുതിയ വിൻഡോയിൽ മാർച്ച് മാസത്തോടുകൂടി അനുമതി ലഭിക്കും. അപ്പോൾ കളി നടക്കും എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെല്ലാം ഉയർന്നത്. അപ്പോഴാണ് അടുത്തൊരു നിലപാടിലേക്ക് ഈ സ്പോൺസർ നീങ്ങുന്നത്. അതായത് ഈ കരാർ കാലാവധി തീരുന്നത് നവംബർ 30-നാണ്. നവംബർ 30-ന് താൻ ഏറ്റെടുത്ത ജോലി അതെന്താണോ, സ്റ്റേഡിയം നവീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തീകരിച്ച് അത് GCDAക്ക് കൈമാറും. ആ GCDAക്ക് കൈമാറിയാൽ പിന്നെ അതിൽ തനിക്ക് മറ്റ് അവകാശങ്ങളൊന്നും വേണ്ട. മാർച്ച് മാസത്തിൽ പുതിയ വിൻഡോയിൽ കളി നടത്താൻ തീരുമാനമായാൽ അത് ആ കാര്യത്തിൽ സർക്കാരിന് തീരുമാനിക്കാം കളി നടത്തണോ വേണ്ടയോ എന്നുള്ളത് എന്നാണ് പറയുന്നത്. എന്നാൽ GCDA ആ കാര്യത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പുരോഗതി വിലയിരുത്താൻ പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം ചേർന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകനം ചേരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്യുന്നു. ഇതിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയായിട്ട് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ, GCDA സെക്രട്ടറി, RBC ചെയർമാൻ ആൻഡോ അഗസ്റ്റിൻ എന്നിവരാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്.